Good evening, all of you. Welcome to the world of statistics. ഇന്ന് നമ്മൾ മൊമെന്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് എടുക്കുന്നത്. അതായത് സെൻട്രൽ ടെൻഡൻസി എടുത്തു, ഡിസ്പേർഷന്റെ മെഷേഴ്സ് എടുത്തു, ദെൻ മൊമെന്റ്സ്. മൊമെന്റ്സ് പറയുന്നത് അല്ലെങ്കിൽ മൊമെന്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും സ്ക്യൂനെസിന്റെയും കേർട്ടോസിന്റെയും മെഷേഴ്സ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൊമെന്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കസ് ചെയ്യുന്നത്. മൊമെന്റ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഡിസ്ട്രിബ്യൂഷന്റെ ക്യാരക്ടേഴ്സ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷറാണ് മൊമെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പഠിച്ച സെൻട്രൽ ടെൻഡൻസി ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഡിസ്പേർഷൻ ഒരു ക്യാരക്ടറാണ്, സ്ക്യൂനെസ് ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്, അതേപോലെ കേർട്ടോസിസ് ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇതില് ഡിസ്പേർഷന്റെ മെഷേഴ്സ് ആണെങ്കിലും സെൻട്രൽ ടെൻഡൻസിയുടെ മെഷേഴ്സ് ആണെങ്കിലും നമുക്ക് ബാക്കിയുള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ മീൻ മീഡിയൻ മോഡ് എന്ന് പറയുന്ന മെഷേഴ്സ് അല്ലെങ്കിൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ സ്ക്യൂനെസും കേർട്ടോസിസും വരുമ്പോൾ മൊമെന്റ് എന്ന് പറയുന്ന ഒരു മെഷർ കൂടെ നമുക്ക് ആവശ്യമാണ്. ഇമ്പോർട്ടന്റ്ലി 3 മെഷേഴ്സ് ആണുള്ളത്. ശരിക്കും നമ്മൾ പഠിക്കുമ്പോൾ 2 മെഷറുകളാണ് പഠിക്കുക, റോ മൊമെന്റ് ആൻഡ് സെൻട്രൽ മൊമെന്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് മൂന്നാമതൊരെണ്ണം കൂടെ ഉണ്ട്. ആ മൂന്നാമതുള്ളതിൽ നിന്നാണ് ബാക്കി 2 എണ്ണം ആക്ച്വലി ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ആദ്യത്തേത് മൊമെന്റ്സ് അബൌട്ട് ആൻ ആർബിട്രറി നമ്പർ, ആർബിട്രറി കോൺസ്റ്റന്റ് ക്യാപിറ്റൽ എ. ആ ക്യാപിറ്റൽ എയുടെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ, ദാറ്റ് ഇസ് അബൌട്ട് ഒറിജിൻ കൊടുക്കുമ്പോൾ റോ മൊമെന്റ്സ് കിട്ടും. ആ എയുടെ സ്ഥാനത്ത് എക്സ് ബാർ കൊടുക്കുമ്പോൾ, അതായത് അരിത്തമെറ്റിക് മീൻ കൊടുക്കുമ്പോൾ സെൻട്രൽ മൊമെന്റ്സ് കിട്ടും. അങ്ങനെ ആ ഫസ്റ്റ് മൊമെന്റിൽ നിന്നാണ് ബാക്കിയുള്ള 2 മൊമെന്റ്സ് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തേത് മൊമെന്റ്സ് അബൌട്ട് ആൻ ആർബിട്രറി കോൺസ്റ്റന്റ് ക്യാപിറ്റൽ എ വിൽ ബി എനി നമ്പർ. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റോ മൊമെന്റ്സിനെ നമ്മൾ ടിപ്പിക്കലി ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ ആർ ഡാഷ് എന്നാണ്. അത് അബൌട്ട് ആൻ ആർബിട്രറി കോൺസ്റ്റന്റ് എ ആകുമ്പോൾ മ്യൂ ആർ ഡാഷ് ഓഫ് എ ദാറ്റ് ഇസ് ഈക്വൽ ടു 1/n summation of xi minus a the whole raised to r. ആ എ എന്ന് പറയുന്ന എനി നമ്പർ ആവാം, അത് അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ റോ ഡേറ്റയുടെ ഇക്വേഷൻ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രീക്വൻസി ടൈപ്പ് ഡേറ്റയുടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ബിക്കോസ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അത്ര ഹെവി ആയിട്ട് ചോദിക്കില്ല. ഇനി റോ മൊമെന്റ്സ് എന്ന് പറയുന്നത് പഠിക്കാനുള്ള എളുപ്പം ഞാൻ പറഞ്ഞല്ലോ, ആ ക്യാപിറ്റൽ എ അബൌട്ട് ഒറിജിൻ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോ മൊമെന്റ്സ് കിട്ടും. അപ്പൊ മ്യൂ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു 1/n summation of xi minus 0 that is xi raised to r. ഇനി ആ ക്യാപിറ്റൽ എയുടെ പ്ലേസിൽ നമ്മൾ എക്സ് ബാർ കൊടുക്കുമ്പോൾ, അരിത്തമെറ്റിക് മീൻ കൊടുക്കുമ്പോൾ സെൻട്രൽ മൊമെന്റ്സ് കിട്ടും. ദാറ്റ് ഇസ് 1/n summation of xi minus x bar the whole raised to r. മ്യൂ ആർ ഡാഷ്, ഡാഷുകൾ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത് റോ മൊമെന്റ്സ് ആണ്. സെൻട്രൽ മൊമെന്റിന് ഡാഷ് ഇല്ല, മ്യൂ ആർന്ന് മാത്രമേ ഉള്ളൂ ഡിനോട്ടേഷൻ. ഇനി ബേസിക്കലി നമുക്ക് വേണ്ടത് ഇതൊന്നും അല്ല, കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഈ മൊമെന്റ്സിന്റെ. ഫസ്റ്റ് പ്രോപ്പർട്ടി, ദ സീറോത്ത് റോ മൊമെന്റ് ഓഫ് എനി ഡേറ്റ ഈസ് 1. ഏതൊരു ഡേറ്റയുടെയും സീറോത്ത് റോ മൊമെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് മ്യൂ സീറോ ഡാഷ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഈ മ്യൂ വെച്ചിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യണം എന്നില്ല, എം വെച്ചിട്ടും റെപ്രസെന്റ് ചെയ്യാറുണ്ട് ആക്ച്വലി. അപ്പൊ സീറോത്ത് റോ മൊമെന്റ് ദാറ്റ് ഇസ് മ്യൂ സീറോ ഡാഷ് ഓർ എം സീറോ ഡാഷ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സെക്കൻഡ് വൺ, ദ ഫസ്റ്റ് റോ മൊമെന്റ് ഓഫ് എനി ഡേറ്റ ഈസ് മീൻ. ഫസ്റ്റ് റോ മൊമെന്റ് എപ്പോഴും മീൻ ആയിരിക്കും, അതായത് മ്യൂ 1 ഡാഷ് എപ്പോഴും അതിന്റെ അരിത്തമെറ്റിക് മീൻ ആയിരിക്കും. ഫസ്റ്റ് സെൻട്രൽ മൊമെന്റ് ഓഫ് എനി ഡേറ്റ ഈസ് ഓൾവേസ് 0, ദാറ്റ് ഇസ് മ്യൂ 1 ഈക്വൽ ടു 0. അത് ഏതൊരു ഡേറ്റയ്ക്കും ഏത് ഡിസ്ട്രിബ്യൂഷൻ എടുത്താലും 0 ആയിരിക്കും. സെക്കൻഡ് സെൻട്രൽ മൊമെന്റ് ഇസ് ഓൾവേസ് വേരിയൻസ്. സെക്കൻഡ് സെൻട്രൽ മൊമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ആ ഡേറ്റയുടെ വേരിയബിലിറ്റി ആയിരിക്കും ഓർ വേരിയൻസ് ആയിരിക്കും. ദാറ്റ് ഇസ് മ്യൂ 2 ഇസ് ഈക്വൽ ടു വേരിയൻസ്. അത്രയും പോയിന്റുകൾ ഓർത്ത് വയ്ക്കാം. ഇനി സെൻട്രൽ മൊമെന്റില് ഒറിജിനിലോ സ്കെയിലിലോ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ? ചേഞ്ച് ഓഫ് ഒറിജിൻ ഹാസ് നോ എനി എഫക്ട് ഇൻ സെൻട്രൽ മൊമെന്റ്സ്. സെൻട്രൽ മൊമെന്റിൽ ചേഞ്ച് ഓഫ് ഒറിജിന് യാതൊരു ചേഞ്ചും ഇല്ല. ദാറ്റ് ഇസ് ഒരു പെർട്ടിക്കുലർ നമ്പർ, ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്തു കഴിഞ്ഞാൽ ദർ ഇസ് നോ എനി ചേഞ്ച് ഇൻ ദ സെൻട്രൽ മൊമെന്റ് ഓഫ് ദ ന്യൂ ഡേറ്റ സെറ്റ്. ഓക്കെ, ഇനി ചേഞ്ച് ഓഫ് സ്കെയിൽ ആണെങ്കിലോ, അതായത് നമ്മുടെ കയ്യിലുള്ള സീരീസ് ഓഫ് ഒബ്സർവേഷൻസിൽ ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റന്റ് സേ എ ഓർ ബി വാട്ട് എവർ ഇറ്റ് ഇസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യോ ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ സെൻട്രൽ മൊമെന്റ് ഓഫ് ദ ന്യൂ സീരീസ് എന്ന് പറയുന്നത്, അതായത് ഓൾഡ് സീരീസിനെ y കൊണ്ട് റെപ്രസെന്റ് ചെയ്താൽ, ന്യൂ സീരീസിനെ y കൊണ്ട് റെപ്രസെന്റ് ചെയ്താൽ മ്യൂ ആർ ഓഫ് y ഈസ് ഈക്വൽ ടു എ റേസ് ടു ആർ, അതായത് ദാറ്റ് കോൺസ്റ്റന്റ്, എന്ത് കോൺസ്റ്റന്റ് ആണോ മൾട്ടിപ്ലൈ ചെയ്തത് ഓർ ഡിവൈഡ് ചെയ്തത്, റേസ് ടു ആർ ഇൻറ്റു
ഓൾഡ് സീരീസിന്റെ സെൻട്രൽ മൊമെന്റ്. ഇതാണ് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പോയിന്റ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു പോയിന്റ് വെച്ച് കണ്ടിട്ടുണ്ട്. ഡിറ്റർമിനേഷൻ ഓഫ് മീൻ വെൻ ദ ഫസ്റ്റ് റോ മൊമെന്റ് അബൌട്ട് ആൻ ആർബിട്രറി കോൺസ്റ്റന്റ് ഇസ് ഗിവൺ. അതായത് ഒരു ആർബിട്രറി കോൺസ്റ്റന്റിലുള്ള റോ മൊമെന്റ്, ഫസ്റ്റ് റോ മൊമെന്റ് തന്നാൽ മീൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഏതാണോ ആ കോൺസ്റ്റന്റ് പ്ലസ് ആ ഫസ്റ്റ് റോ മൊമെന്റ് ആഡ് ചെയ്താൽ നമുക്ക് അരിത്തമെറ്റിക് മീൻ കിട്ടും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് കണ്ടിട്ടുണ്ട്, സോ ഓർത്ത് വെക്കാം. ഇനി ഈ റോ മൊമെന്റ്സും സെൻട്രൽ മൊമെന്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പുകളാണ് പറയുന്നത്. ഒന്ന്, μ1 എപ്പോഴും 0 ആയിരിക്കും, നമ്മൾ നേരത്തെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചു. ഇനി റോ മൊമെന്റ്സ് അറിയാമെങ്കിൽ μ2 എങ്ങനെ കണ്ടുപിടിക്കാം? μ4 വരെയൊക്കെ നമ്മൾ ബേസിക്കലി ഡിഗ്രി സ്റ്റുഡൻസിന് പഠിപ്പിക്കാറുണ്ട്, പക്ഷെ ഒരു കോമ്പറ്റേറ്റീവ് മെന്റാലിറ്റിയിൽ μ4ലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. μ2 is equal to, that is μ2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെൻട്രൽ മൊമെന്റ്, that is the variance. μ2 is equal to μ2 dash minus μ1 dash the whole square. μ2 dash എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ മൊമെന്റ്, μ1 dash എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ മൊമെന്റ്. ഇനി μ3, that is third central moment, is equal to μ3 dash minus 3 μ2 dash μ1 dash plus 2 μ1 dash the whole cube. ആ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. അതായത് നമുക്കിപ്പോ ഫോർച്ചുനേറ്റ്ലി ഏതെങ്കിലും ഒരു ക്വസ്റ്റനിൽ റോ മൊമെന്റ്സ് അവൈലബിൾ ആണെങ്കിൽ സെൻട്രൽ മൊമെന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്, യൂസ്ഫുൾ ആവും. ഓക്കെ, μ4ന്റെ ആവശ്യം വരാറില്ല. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കോൺസെപ്റ്റിലേക്ക് വരാം, സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്. സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡേറ്റയുടെ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. ഷേപ്പ് ഇൻ ദ സെൻസ് വെദർ ഇറ്റ് ഇസ് സിമെട്രിക് ഓർ നോട്ട്. അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റിന്റെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്യൂനെസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പക്ക സിമെട്രിക് ആണെങ്കിൽ, ദാറ്റ് ഇസ് ഒരു പോയിന്റിന്റെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഈക്വലി പോയിന്റ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് പറയാം? ആ ഡേറ്റ സിമെട്രിക് ആണെന്ന് പറയാം, പെർഫെക്റ്റ്ലി സിമെട്രിക് ആണെന്ന് പറയാം. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈക്വൽ നമ്പർ ഓഫ് പോയിന്റ്സ് ആണ്. അപ്പൊ അതിന്റെ സ്ക്യൂനെസ് 0 ആയിരിക്കും. ഓക്കെ, ദെൻ അങ്ങനെ സ്ക്യൂനെസ് 0 ആയിട്ടുള്ള സിമെട്രിക് ആയിട്ടുള്ള ഒരു ഡേറ്റയ്ക്ക് മീൻ, മീഡിയൻ ആൻഡ് മോഡ് വിൽ ഓൾവേസ് കോയിൻസൈഡ്. ദാറ്റ് മീൻസ് മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ് ആയിരിക്കും. അത് ഓർത്ത് വയ്ക്കാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, വെൻ സ്ക്യൂനെസ് ഇസ് നെഗറ്റീവ്. സ്ക്യൂനെസ് നെഗറ്റീവ് ആകുന്ന സമയത്ത്, അതായത് സ്ക്യൂനെസിന്റെ വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഫ്രീക്വൻസി കർവ് ഇസ് മോർ എലോങ്ങേറ്റഡ് ദാൻ ദ റൈറ്റ് ടെയിൽ ആയിരിക്കും. ആ സമയത്ത് മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് ആയിരിക്കും. ഇനി പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ, ദാറ്റ് മീൻസ് സ്ക്യൂനെസിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആണ് കിട്ടുന്നതെങ്കിൽ ദ റൈറ്റ് സൈഡ് ഇസ്, മറ്റേതിന്റെ റിവേഴ്സ് വരും, ദ റൈറ്റ് സൈഡ് ഇസ് ഓൾവേസ് ഇലോങ്ങേറ്റഡ് ദാൻ ദ ലെഫ്റ്റ് ടെയിൽ ആയിരിക്കും. ദെൻ മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡ് ആയിരിക്കും. ഇത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് ഈ രണ്ട് സെന്റൻസുകൾ വെച്ചിട്ട്. അപ്പൊ അത് കമ്പൽസറി ആയിട്ട് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി സ്ക്യൂനെസിന്റെ മെഷേഴ്സ് എന്തൊക്കെയാണ്? 3 ഇമ്പോർട്ടന്റ് മെഷേഴ്സ് ആണ് സ്ക്യൂനെസിനുള്ളത്. ഒന്ന് കാൾ പിയേഴ്സൺസ് മെഷർ, 2 ബോലസ് മെഷർ, 3 ബേസ്ഡ് ഓൺ മൊമെന്റ്സ്. കാൾ പിയേഴ്സൺ മെഷർ എന്ന് പറയുന്നത് മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അത് കിട്ടിയ വാല്യൂ ശരിയാണോ എന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? ദാറ്റ് ലൈസ് ഇൻ ബിറ്റ്വീൻ -3 and 3 ആയിരിക്കും. ഓക്കെ, മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓർത്ത് വയ്ക്കാം. അതായത് മീനും മോഡും ഒക്കെ തന്നിട്ട് സ്ക്യൂനെസ് എന്താന്ന് ചോദിക്കാറുണ്ട്, പോസിറ്റീവ്ലി ആണോ നെഗറ്റീവ്ലി ആണോ എന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇനി ബോളസ് മെഷർ എന്ന് പറയുന്നത് ക്വാർട്ടൈൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മെഷർ ആണ്. ദാറ്റ് ഇസ് Q3 plus Q1 minus 2Q2 by Q3 minus Q1. ഇനി അത് ശരിയാണോ എന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? ദാറ്റ് ഓൾവേസ് ലൈസ് ഇൻ ബിറ്റ്വീൻ -1 and 1. ഇനി മൊമെന്റ് ബേസ്ഡ് മെഷർ എന്താണ്? μ3 square by μ2 cube. അതേ നമ്മൾ β1 എന്നാണ് ഡിനോട്ട് ചെയ്യുക. μ3 square by μ2 cube. ഓക്കെ, അപ്പൊ μ3 μ2 ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടേ ചോദിക്കുള്ളൂ, അത് കണ്ടുപിടിച്ചിട്ട് മെഷർ കണ്ടുപിടിക്കാൻ ചോദിക്കൊന്നുമില്ല. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് സ്ക്യൂനെസിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ കർട്ടോസിസ് വരാണെങ്കിൽ, കർട്ടോസിസ് എന്താണ്? ഒരു ഡേറ്റയുടെ പീക്കഡ്നെസ് അല്ലെങ്കിൽ ഫ്ലാറ്റ്നെസ് ആണ് കർട്ടോസിസ് മെഷർ ചെയ്യുന്നത്. ഒരു ഡേറ്റ എത്രത്തോളം പീക്കാണ് അല്ലെങ്കിൽ എത്രത്തോളം ഫ്ലാറ്റ് ആണെന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ ആണ് കർട്ടോസിസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കർട്ടോസിസിന് വേറെ ഈ പെർസെന്റൈൽ വെച്ചിട്ടൊരു മെഷർ ഉണ്ട്,
ശരിക്കും അത്രയൊന്നും അങ്ങോട്ട് പോവില്ല. അപ്പൊ നമുക്ക് തൽക്കാലം മൊമെന്റ് ബേസ്ഡ് മെഷർ അറിഞ്ഞിരുന്നാൽ മതി. ദാറ്റ് ഇസ് β2 is equal to μ4 by μ2 square. അപ്പൊ നമുക്ക് μ2 μ4 ഒക്കെ തരും. μ4 by μ2 square. ഇനി സ്ക്യൂനെസ് നമ്മൾ പറഞ്ഞപ്പോ 0 ആണെങ്കിൽ സിമെട്രിക്, പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ്, നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ നെഗറ്റീവ്ലി സ്ക്യൂഡ്. അതേപോലെ 3 കൈൻഡ് ഓഫ് കേർട്ടോസിസുകൾ ഉണ്ട്. മീസോകേർട്ടിക്, ലെപ്റ്റോകേർട്ടിക് ആൻഡ് പ്ലാറ്റികേർട്ടിക്. മീസോകേർട്ടിക് ആവുന്ന എപ്പോഴാണ്? β2 3 ആകുന്ന സമയത്ത്. β2ന്റെ വാല്യൂ പെർഫെക്റ്റ്ലി 3 ആകുന്ന സമയത്ത് മീസോകേർട്ടിക് ആയിരിക്കും. അതാണ് നമ്മുടെ നോർമൽ കർവ്. നമ്മൾ അവിടെ പഠിച്ചില്ലേ, നോർമൽ കർവ് അപ്പോഴാണ് ഉണ്ടാവുക. β2 ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ ദാറ്റ് ഇസ് ലെപ്റ്റോകേർട്ടിക്. നമ്മൾ എപ്പോഴും നോർമൽ കർവിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ളതിനെ പറയുക. സോ നോർമൽ കർവിനേക്കാൾ ഗ്രേറ്റർ ദാൻ 3 ആണ് വരുന്നതെങ്കിൽ ലെപ്റ്റോകേർട്ടിക് ആയിരിക്കും. ലെസ് ദാൻ 3 ആണ് വരുന്നതെങ്കിൽ പ്ലാറ്റികേർട്ടിക് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് സ്ക്യൂനെസിന്റെയും കെർട്ടോസിസിന്റെയും റിലേഷൻഷിപ്പും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും പ്രോപ്പർട്ടീസും ഒക്കെ വരുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഭയങ്കര ടഫായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ചെയ്തെടുക്കേണ്ട പ്രോബ്ലംസ് ഒന്നും ഈ ഭാഗത്ത് നിന്ന് അങ്ങനെ വരാറില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇൻഇക്വാലിറ്റി ഹോൾഡ്സ്? മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് ആണോ, മോഡ് ഗ്രേറ്റർ ദാൻ മീൻ ആണോ, മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ആണോ, മീൻ ഗ്രേറ്റർ ദാൻ മോഡ് ആണോ? ആക്ച്വലി നമുക്കറിയാം പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ടുള്ള ഒരു ഡേറ്റയ്ക്ക് മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോ ബി ഒഴിച്ച് ബാക്കി എല്ലാം കറക്റ്റ് ആയിട്ട് തോന്നും അല്ലെ. മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് ആവാം, മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ആവാം, മീൻ ഗ്രേറ്റർ ദാൻ മോഡ് ആവാം. പക്ഷെ ഇതില് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, എപ്പോഴും ഫുൾ എക്സ്റ്റെന്റില് ഒരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷന്റെ ഫുൾ എക്സ്റ്റെന്റില് റെപ്രസെന്റ് ചെയ്യുന്നത് ഡി ആണ്. സോ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് പറയുന്നത്. നോക്കുമ്പോൾ എയും സിയും ഡിയും നമുക്ക് ശരിയായിട്ട് തോന്നും, പക്ഷെ മീൻ ഗ്രേറ്റർ ദാൻ മോഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോർ എ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ദ ഇൻഇക്വാലിറ്റി ഹോൾഡ്സ്. ഏത് ഇൻഇക്വാലിറ്റി ആണ് ഹോൾഡ് ചെയ്യുന്നത്? പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ. നമുക്കറിയാം Q3 Q1 എന്നൊക്കെയാണ് അതിനകത്ത് തന്നിരിക്കുന്നത്. ഈ Q3 Q1 ഒക്കെ വരുന്നത് ബോളീസ് മെഷറിലാണ് അല്ലെ. അതായത് Q3 മൈനസ് Q1 പ്ലസ് Q3 പ്ലസ് Q1 മൈനസ് 2Q2 ബൈ Q3 മൈനസ് Q1. ശരിയല്ലേ? Q3 മൈനസ് Q1. അപ്പൊ പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുമ്പോൾ ഇത് എന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ശരിയല്ലേ? ആ മെഷർ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പൊ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. Q3 പ്ലസ് Q1 മൈനസ് 2Q2 ഗ്രേറ്റർ ദാൻ 0. ക്രോസ് ചെയ്യുമ്പോൾ അത് 0 ആയി പോകും. സോ Q3 പ്ലസ് Q1 ഗ്രേറ്റർ ദാൻ 2Q2. അപ്പൊ ഏത് വരും ഓപ്ഷൻ? ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ വരും, ഓപ്ഷൻ എ. Q1 പ്ലസ് Q3 ഗ്രേറ്റർ ദാൻ 2Q2. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോ ഏത് ഇക്വേഷൻ ആണ് എടുക്കേണ്ടതെന്നാണ് ആദ്യം നമ്മൾ ഓക്കെ ആക്കേണ്ടത്. ഇപ്പൊ Q1 Q3 ഒക്കെ വരുന്നത് ബോളീസ് മെഷറിലാണ്. അപ്പൊ എന്തായാലും അതിന്റെ ഇക്വേഷൻ ആണ് എടുക്കേണ്ടത്. പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ ലെസ് ദാൻ 0 ആണ് എടുക്കേണ്ടത്. ഫോർ എ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ദ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്. മെഷർ ഓഫ് സ്ക്യൂനെസ് നമുക്കറിയാം. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്? സ്ക്യൂനെസിന്റെ മെഷർ β1 ആണ്, കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് γ1 ആണ്, ദാറ്റ് ഇസ് √β1. അതേപോലെ കെർട്ടോസിന്റെ മെഷർ β2 ആണ്, അതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് γ2 β2 മൈനസ് 3 ആണ്. ഇതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചോ. അത് ഞാൻ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, ബിക്കോസ് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല. എന്നാലും അതുകൂടെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റ്യൻ എടുത്തത്. അപ്പൊ മെഷർ β1 കോഎഫിഷ്യന്റ് γ1, മെഷർ β2 കോഎഫിഷ്യന്റ് γ2. അപ്പൊ ഈ ക്വസ്റ്റ്യനില് സിമെട്രിക് ആണെങ്കിൽ നമുക്കറിയാം, സിമെട്രിക് ആണെങ്കിൽ സ്ക്യൂനെസ് 0 ആണ്. സോ β1 0 ആണ്. അങ്ങനെയാണെങ്കിൽ √β1 0 തന്നെ ആയിരിക്കില്ലേ? സോ γ1 0 ആയിരിക്കും. സോ ഓപ്ഷൻ സി ആണ് ആൻസർ, ഓപ്ഷൻ സി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ മോഡറേറ്റ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ഹാസ് മീൻ 30 ആൻഡ് മോഡ് 36, then what is the median? മോഡറേറ്റ്ലി സ്ക്യൂഡ് എന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ തോന്നാം, എന്തെടുക്കണം എങ്ങനെ എടുക്കണം എന്നൊക്കെ.
അതൊന്നുമില്ല, മീനും മോഡും തന്നിട്ട് മീഡിയൻ ആണ് ചോദിക്കുന്നതെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മുടെ കോൾപിയേഴ്സൺസ് എംപിരിക്കൽ ഫോർമുല യൂസ് ചെയ്താൽ മതി. എന്തായിരുന്നു ആ എംപിരിക്കൽ ഫോർമുല? മീൻ മൈനസ് മോഡ് ഇസ് ഈക്വൽ ടു 3 into mean minus median. Simple അല്ലേ? That is 30 minus 36 is equal to 3 into 30 minus median. ആ മീഡിയനെ ഞാൻ തൽക്കാലം m എന്നിട്ട് നോട്ട് ചെയ്തു. So minus 6 is equal to 3 into 30 minus median. ഈ 3 ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ minus 6 by 3 എന്ന് വരും. That is minus 2 is equal to 30 minus median. That is median is equal to 30 plus 2, that is equal to 32. It's very simple. So answer 32, option C. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ, തേർഡ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ മാക്സിമം പോയിന്റുകൾ എന്ന് പറയുന്നത്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ എക്സ്ട്രാ പോയിന്റ്സ് കിട്ടിയാൽ നോട്ട് ചെയ്ത് വെച്ചോ, പഠിച്ചോ. തത്കാലം ഇതിന് സമയമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ ഇത്രയും പോയിന്റ്സ് ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയും പോയിന്റുകളെങ്കിലും സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കാം. ഓക്കെ, അപ്പോ ഇതാണ് മൊമെന്റ്സിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് മെഷേഴ്സ് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ശരി. സോ പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഒരുപാട് ആൾക്കാർ നമ്മൾ ഇട്ട വീഡിയോസ് തന്നെ അത് ചെയ്യുമോ എന്ന് ചോദിച്ചു കമന്റ് വരുന്നുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യാണ്ട്, അതായത് നോട്ടിഫിക്കേഷൻ കിട്ടാണ്ട് കാണാത്ത ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഒന്ന് ഇതാക്കിയിടുക. അപ്പോൾ വീഡിയോസിൻ്റെ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ഓക്കെ, സോ ഇത് വാച്ച് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ വീഡിയോ കാണുന്നതിന് മുന്നേ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. So wait for the next video and thank you for watching.